ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പല്ലട ഫംഗ്ഷന്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ പല്ലട എന്താണ് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു പോവാട്ടോ. കുഞ്ഞിന്റെ പാൽപ്പല്ല് ഏത് മാസത്തിലാണ് വരുന്നത് എന്നതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 9th മന്തിലാണ് കേട്ടോ നൈബു ബേബിക്ക് ഫസ്റ്റ് ടീത്ത് വന്നത്. അപ്പോൾ ഓരോ ബേബീസിനും ഓരോ ടൈമിലായിരിക്കും ടീത്ത് വരുന്നത്. ചില ബേബീസിന് നേരത്തെ വരാറുണ്ട്, ചില ബേബീസിന് ലേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഓരോ ബേബീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല്ലട ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഡെക്കോർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ പല്ലട ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം. കുഞ്ഞിന് ആദ്യത്തെ പല്ല് വരുമ്പോൾ നടത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ പല്ലട ഫംഗ്ഷൻ. കുഞ്ഞിന് മുന്നിൽ ഗോൾഡ്, ക്യാഷ്, ഡ്രസ്സ്, ബുക്ക്, ടോയ്സ്, പിന്നെ സ്നാക്സ് ഐറ്റംസ്, ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുക. നമ്മളിതിനകത്ത് ടോയ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വാൽക്കണ്ണാടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് 6 to 10 months ഫസ്റ്റ് ടീത്ത് വരുന്നത് കേട്ടോ. നൈവുന് ഫസ്റ്റ് കുഞ്ഞിപ്പല്ല് വന്നപ്പോൾ എടുത്ത വിഷ്വലാണ് കേട്ടോ സൈഡിൽ കാണുന്ന. അതിനുശേഷം കുഞ്ഞിൻ്റെ അടുത്ത് 3 തവണയായി ഓരോ ഐറ്റംസ് ആയിട്ട് എടുക്കാനായിട്ട് പറയുക കേട്ടോ. എടുക്കുന്ന വസ്തു ഏതാണോ അത് വെച്ച് അവരുടെ അഭിരുചി മനസ്സിലാക്കാം എന്നതാണ് ഈ ചടങ്ങിൻ്റെ വിശ്വാസം. ക്യാഷോ ഗോൾഡോ എടുക്കുകയാണെങ്കിൽ അവർ സൂപ്പർ റിച്ച് ആയിരിക്കും, നന്നായിട്ട് അധ്വാനിക്കുന്ന കൂട്ടത്തിലായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. സോ ആദ്യമായിട്ട് നൈബു ബേബി പോയി എടുത്തത് ഗോൾഡായിരുന്നു. പിന്നെ സെക്കൻഡ് ടൈം ബുക്കിലാണ് കേട്ടോ ടച്ച് ചെയ്തത്. ബുക്കിൽ ടച്ച് ചെയ്യുന്നത് സ്റ്റുഡിയോസ് ആയിരിക്കും എന്നാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. തേർഡ് ടൈം പോയി എടുത്തത് കാറിൻ്റെ കീ ആയിരുന്നു. അത് നൈവിൻ്റെ അച്ഛന് ഒരുപാട് ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. ബിക്കോസ് ആള് കാർ എന്തൂസിയസ്റ്റ് ആണ്. അപ്പോൾ മോൻ കാറിൻ്റെ കീ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആളുടെ അച്ഛൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പറയാൻ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം ആള് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ലായിരുന്നു ആള് തിരിഞ്ഞിരുന്ന ആ ഡെക്കോറും അവിടെ ഉണ്ടായിരുന്ന പൂവൊക്കെ വെച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ കണ്ടു കാണുമല്ലോ, വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ ഈ ഐറ്റംസ് എല്ലാം നിരത്തിയാണ് കേട്ടോ വെച്ചിരുന്നത്. പിന്നെ ഫുഡ് ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഭക്ഷണപ്രിയനായിരിക്കും എന്നാണ് കേട്ടോ. ഓൾറെഡി 3 ഐറ്റംസ് എടുത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെ എടുക്കുമെന്നറിയാനായിട്ട് ജസ്റ്റ് വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഐറ്റംസും പൊസിഷൻസും മാറ്റിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുട്ടിക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് എല്ലാ പ്രോപ്പർട്ടീസും വെച്ചിരുന്നത്. പിന്നെ ഇതിനകത്ത് ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ടോയ്സ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞ് നല്ല ജോവിയലായിട്ടും ഫൺ ലവിങ് ചൈൽഡായിട്ടും ഇരിക്കും, പിന്നെ ഹാപ്പി ചൈൽഡ് ആയിരിക്കും എന്നാണ് കേട്ടോ ടോയ്സ് വെക്കുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു ബൗളിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നൈബു ബാവയുടെ ലൈഫ് നല്ല കളർഫുള്ളായിരിക്കും എന്നാണത് സൂചിപ്പിക്കുന്നത്. ബേബീസിന് ഫസ്റ്റ് ടീത്ത് വരുന്നത് 6 to 10 months കേട്ടോ. പിന്നെ പാൽപ്പല്ല് മെയിൻലി വരാറ് കുഞ്ഞുങ്ങൾക്ക് താഴെയാണ് 2 പല്ല് വരാറ്. നൈവുവിന് മേലെയായിരുന്നു കേട്ടോ 2 ടീത്ത്സ് വന്നത്. പിന്നെ നമ്മൾ പിന്നെ വെച്ചിരുന്നത് ഒരു വാൽക്കണ്ണാടിയാണ്. കണ്ണാടി എടുക്കുകയാണെങ്കിൽ ആൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും, ഫാഷൻ റിലേറ്റഡ് ഫീൽഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു മീനിങ് വെച്ചിട്ടാണ് കേട്ടോ കണ്ണാടി വെച്ചിരുന്നത്. പിന്നെ അതിൽ ആഡ് ചെയ്തിരുന്നത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെയാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഭക്ഷണപ്രിയനായിരിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇതൊക്കെ വാവ എന്തെടുക്കുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ജസ്റ്റ് ആ 3 എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ ആളെ. അങ്ങനെ ഈ 3 ഐറ്റംസാണ് നൈബു വാവ ചൂസ് ചെയ്തത് കേട്ടോ. എനിക്ക് പേഴ്സണലി ബുക്കും പെന്നും ഒക്കെ എടുക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ബിക്കോസ് ആൾ ഇച്ചിരി സ്റ്റുഡിയസ് ആയിരുന്ന
നന്നായിരിക്കും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫാഷൻ റിലേറ്റഡ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് വൽക്കണ്ണാടി എടുക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചടങ്ങിലെ നൈവ് ഫസ്റ്റ് എടുത്തത് ഗോൾഡായിരുന്നു. അതിനുശേഷം ബുക്കായിരുന്നു എടുത്തത്. പിന്നെ എടുത്തത് കാറിൻ്റെ കീ ആയിരുന്നു കേട്ടോ. അവിടെ വെജിറ്റബിൾസിനായിട്ട് നമ്മളൊരു തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളി എടുത്ത് കഴിച്ചു കഴിഞ്ഞു അവിടെ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത 2 പല്ല് വരുന്നത് 8 to 12 months ഉള്ളിലായിരിക്കും. താഴെയാണ് പല്ല് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2 പല്ല് വരുന്നത് മേലെയായിരിക്കും. മേലെയാണെന്നുണ്ടെങ്കിൽ താഴെയായിരിക്കും നെക്സ്റ്റ് 2 പല്ലും വരുന്നത്. ഇത് ഫസ്റ്റ് ടീത്ത് സെറമണിയാണ് കേട്ടോ. ഇത് ആക്ച്വലി സെക്കൻഡ് ടൈം വെച്ചതെന്ന് വെച്ചാൽ 9th month അല്ലായിരുന്നു, 10th month നൈവുവിൻ്റെ വല്യമ്മ അബുദാബിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കും വല്യമ്മയ്ക്കും കൂടി ഒന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മൾ 2ാമത് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ടൈം ഫസ്റ്റ് വന്നെടുത്തത് ക്യാഷ് ആയിരുന്നു. അതിനുശേഷം പെന്നാണ് കേട്ടോ എടുത്തത്. പെന്നും ബുക്കും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സ്റ്റുഡിയോസ് ആയിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്രാവശ്യം ആൾക്ക് ഫ്രണ്ടിലോട്ട് വരുന്നതിനെക്കാട്ടിലും ബാക്കിലെ ഡെക്കോറൊക്കെ നോക്കാനായിരുന്നു ഇൻട്രസ്റ്റ് കൂടുതൽ. പിന്നെ എടുത്ത ഫ്രൂട്ടായിരുന്നു, അവക്കാഡോ ആയിരുന്നു. ഫ്രൂട്ടിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് ഭക്ഷണപ്രിയനായിരിക്കും എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഡ്രസ്സും സ്പെക്സും വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഫാഷനബിൾ ആയിരിക്കും എന്നാണ് കേട്ടോ. ഇപ്രാവശ്യം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ വെച്ചത്. വാച്ച് വെച്ചതെന്ന് വെച്ചാൽ ടൈമൊക്കെ അത്രയും വാല്യുബിളായിട്ട് കാണുന്ന ഒരു ബേബി ആയിരിക്കും എന്നത് ഉദ്ദേശിച്ചാണ് കേട്ടോ വാച്ച് വെച്ചത്. ടൈമിന് വാല്യൂ കൊടുക്കുന്ന പേഴ്സൺ ആയിരിക്കും. 8th month ക്രൗളിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ക്രൗളിങ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതിന് ശേഷമാണ് ഒരു 9th month ഒക്കെ ആയപ്പോഴാണ് മുട്ടിൽ എഴയാൻ തുടങ്ങിയത്. 9th month തന്നെയാണ് ഫസ്റ്റ് ടീത്തും വരുന്നത് കേട്ടോ. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായമാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് 20 പല്ലാണ് വരാറുള്ളത്. അപ്പർ ആർച്ചിൽ 10 പല്ലും അതുപോലെ തന്നെ ലോവർ ആർച്ചിൽ 10 പല്ലുമാണ് വരാറുണ്ട്. ആദ്യത്തെ പാൽപ്പല്ല് 6 മാസത്തിനും 10 മാസത്തിനും ഉള്ളിൽ വരും. ആദ്യ 2 പല്ല് താഴെയാണ് പൊതുവേ കുഞ്ഞുങ്ങൾക്ക് വരാറ്. ചില കുഞ്ഞുങ്ങൾക്ക് മേലെയും വരാറുണ്ട് കേട്ടോ. നൈവു ബേബിക്ക് ഫസ്റ്റ് 2 ടീത്ത് മേലെയാണ് വന്നത്. അടുത്ത 2 പല്ല് 8ാം മാസവും 12ാം മാസത്തിനും ഉള്ളിലാണ് വരാറ്. നൈവുവിന് ഒരു 11ാം മാസം ആയപ്പോൾ തന്നെ മേലെ 4 പല്ലും താഴെ 2 പല്ലും വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 9ാം മാസത്തിനും 13ാം മാസത്തിനുമാണ് അപ്പർ നെക്സ്റ്റ് ടീത്ത് വരുന്നത്. അതുപോലെ 10ാം മാസത്തിനും 16ാം മാസത്തിനും ഇടയ്ക്ക് ലോവർ നെക്സ്റ്റ് ടീത്തും വരും. അങ്ങനെ താഴെയും മേളുമായിട്ട് ഒരു 2 to 3 ഏജിനുള്ളിൽ 20 ടീത്ത്സ് ആണ് കേട്ടോ ബേബീസിന് വരാറ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കീപ് വാച്ചിങ്. ലവ് യു ഓൾ.